ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദ്യം തന്നെ കാണിക്കുന്നത് വിക്രമാണെങ്കിൽ ഇങ്ങനെ വർക്ക്ഷോപ്പിലിരുന്ന് ഫോൺ ചെയ്യാണ് കേട്ടോ. ശ്രീനിവാസൻ സാറാണ്. പെട്ടെന്ന് കോൾ വരുമ്പോൾ എടുക്കുമ്പോഴേക്കും ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, വിക്രം നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതേസമയം കോള് കഴിഞ്ഞിട്ട് വിക്രം ഇങ്ങനെ വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സിനോടൊക്കെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കോള് വരുന്ന കണ്ടിട്ട് വിക്രം പെട്ടെന്ന് എടുക്കുകയാണ് കേട്ടോ. എടുക്കുമ്പോൾ നമ്മുടെ വേദയാണ് വിളിക്കുന്നത്. അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, എന്താടി വേദാളവേ, നിനക്കൊരു പണിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ എൻ്റെ ഭർത്താവിനെയല്ലേ വിളിച്ചത്, എനിക്ക് വിളിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വിളിക്കുന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയാം, അതിന് നിന്നെ ആരാ ഭാര്യയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്, ഒന്ന് വെച്ചിട്ട് പോടിയെന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അയ്യോ വെക്കല്ലേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് 3-4 പേര് കൂടി നിന്ന് സംസാരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അതേസമയം വിക്രമിന് അവരെല്ലാം നല്ല പരിചയമുള്ളതാണ്. അവർ തല്ലും അടിയും പിടിയൊക്കെ ആയിട്ട് നടക്കുന്ന കൊട്ടേഷൻ ടീമാണ്. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ എന്താ ഇവിടെ പതിവില്ലാതെ അവരിങ്ങനെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ സംശയിച്ച് അവർ പറയുന്നത് ഇങ്ങനെ വിക്രം കാതോർക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവരിങ്ങനെ ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ്. ഹലോ, അലേർട്ടായിട്ട് ഇരിക്കുക, ഏത് നിമിഷവും വാഹനം വരും എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നുണ്ട്, ഈശ്വര, ഏതോ ഒരു പാവപ്പെട്ടവനെ ടാർഗറ്റ് ചെയ്തിട്ടാണല്ലോ ഇവന്മാരിങ്ങനെ നിൽക്കുന്നത്, ഇനി എന്താവും ഇവരുടെ പദ്ധതി, എന്തെങ്കിലും ആട്ടെ എന്നും പറഞ്ഞ് വിക്രം ഇങ്ങനെ പോവാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ബൈക്ക് എടുത്തുകൊണ്ട് ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോഴേക്കും വിക്രം തൊട്ടപ്പുറത്ത് നിന്ന് ഒരാൾ പെട്ടെന്ന് വിളിച്ച് പറയുന്നുണ്ട്, ദേ ജഡ്ജിയുടെ വാഹനം പുറപ്പെട്ടു കഴിഞ്ഞു എന്നിങ്ങനെ കേൾക്കുമ്പോഴേക്കും വിക്രം പെട്ടെന്ന് ഷോക്കാകുകയാണ് കേട്ടോ. ജഡ്ജിയോ? അപ്പോൾ അത് അയ്യോ വേദയുടെ അച്ഛനാണല്ലോ. ഇവരപ്പോൾ ജഡ്ജിയാണോ വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ സാറിനെയാണോ ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ചെയ്യണമല്ലോ, അയ്യോ അദ്ദേഹത്തിൻ്റെ ജീവൻ ആപത്തിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിക്രം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. വിക്രം പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ശ്രീനിവാസൻ സാറിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. സാർ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യമുണ്ട്, ഇപ്പം തന്നെ വരണമെന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, കുഴപ്പമില്ല വിക്രം, എനിക്ക് ഇവിടെ പെട്ടെന്ന് തിരക്കുള്ള കാര്യമൊന്നുമല്ല, നീ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രം ഇങ്ങനെ അവരെ നോക്കുമ്പോഴേക്കും അവർ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം അവരെ ഫോളോ ചെയ്യുകയാണ്. ഇതേ സമയത്ത് ശങ്കരനാരായണൻ സാറിൻ്റെ വണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. പിന്നീടായിട്ട് കാണിക്കുന്നത് ഡ്രൈവറും ശങ്കരനാരായണനും കൂടി ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ഒന്ന് പെട്ടെന്ന് പോടോ, എനിക്ക് കോടതിയിൽ ഇന്ന് ഒരു കേസിന് വിധി കൽപ്പിക്കാനുള്ളതാണെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും തിരക്ക് പിടിക്കേണ്ട സാർ, സമയം ആവുന്നതേ ഉള്ളൂ, ഞാൻ കൃത്യസമയത്ത് തന്നെ കൊണ്ടെത്തിക്കാന്നൊക്കെ ഇങ്ങനെ ഡ്രൈവറും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശങ്കരനാരായണൻ സാറ് വണ്ടിയിലിരുന്ന് കേസ് ഡയറിയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതേ സമയം വിക്രം ഇങ്ങനെ ഇവരെ ഫോളോ ചെയ്തു പോകുന്ന സമയത്ത് ശങ്കരനാരായണൻ സാറിൻ്റെ കാറിനെ അവർ ഫോളോ ചെയ്യാണ് കേട്ടോ. ഇതേ സമയം കുറേ നേരം മുമ്പോട്ട് പോയി കഴിയുമ്പോഴേക്കും വിക്രം അവരറിയാതെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആളൊഴിഞ്ഞ ഒരു സ്ഥലം എത്തുമ്പോഴേക്കും ശങ്കരനാരായണൻ സാറിൻ്റെ വണ്ടി പെട്ടെന്ന് സ്റ്റക്കായി നിന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താ പറ്റിയെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഡ്രൈവർ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല സാർ, ഞാൻ രാവിലെ എല്ലാം ചെക്ക് ചെയ്തതാണ്, എന്താ പറ്റിയെന്നറിയില്ല, ഞാനൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഡ്രൈവർ ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പുറകെ വരുന്ന ആളുകൾ പെട്ടെന്ന് ശങ്കരനാരായണൻ സാറിൻ്റെ കാറിന് ചുറ്റും വളയുകയാണ്. അപ്പോഴേക്കും ശങ്കരനാരായണൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്, എന്താ നിങ്ങളൊക്കെ ആരാ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ, ഞാനൊരു ജഡ്ജിയാണ്, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതിലൊരാൾ പറയുന്നുണ്ട്, അതെ ജഡ്ജി സാറിനെ തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം, ഇന്ന് ഞങ്ങൾക്കെതിരെയുള്ള ഒരു വിധി പറയാൻ പോവുകയല്ലേ, അത് ഞങ്ങൾക്കൊന്ന് മാറ്റി വെക്കണമല്ലോ സാറേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഞാൻ ഒരിക്കലും സത്യത്തിനും നീതിക്കും എതിരായിട്ട് വേറൊന്നും സംസാരിക്കാറില്ല, ഞാൻ സത്യത്തിൻ്റെ കൂടെയുള്ള വിധി എന്നും ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നീതിയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേറൊരുവൻ പറയുന്നുണ്ട്, അത് സാറേ, ഞങ്ങൾ തന്നെയാണ് വിധി കൽപ്പിക്കുന്നതും സത്യവും നീതിയൊക്കെ ഞങ്ങൾ തന്നെ തീരുമാനിക്കുമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ.
അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവരിൽ ഒരുവൻ വന്നിട്ട് ശങ്കരനാരായണനെ പിടിച്ച് ബലമായിട്ട് അവർ വന്ന വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ഡ്രൈവർ വന്ന് തടയുന്നുണ്ടെങ്കിലും അയാൾക്കിട്ട് നല്ല അടി കൊടുക്കുമ്പോഴേക്കും കത്തിയെടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രൈവർ അവിടെ നിന്ന് അലറി വിളിച്ച് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. ഇതേ സമയം ശങ്കരനാരായണനെ ബലമായി എല്ലാവരും കൂടി പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും വിക്രം പാഞ്ഞു വരുന്നുണ്ട് കേട്ടോ. വിക്രം ഇത് കണ്ടിട്ട് ഓടി വന്ന് അവരെ എല്ലാവരെയും തല്ലി ശരിയാക്കുകയാണ്. പക്ഷേ ശങ്കരനാരായണൻ സാറിനെ അവർ പിടിവിടുന്നില്ല. അങ്ങനെ വിക്രമിനും നല്ല അടിയൊക്കെ കൊള്ളുന്നുണ്ട്, തിരിച്ചൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ശങ്കരനാരായണൻ്റെ തലക്കിട്ട് ഒരടി കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിക്രമാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയി തല ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഒരു തുണി കീറി കെട്ടിയതിന് ശേഷം പെട്ടെന്ന് ശങ്കരനാരായണനെ വാഹനത്തിലേക്ക് ഉള്ളിൽ കയറ്റി ഇരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വിക്രമിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശങ്കരനാരായണൻ. ഇവന് എന്താ ഇത് പറ്റിയത്? ഇവൻ എന്നെ രക്ഷിക്കാൻ വഴിയില്ലല്ലോ, ഞാനിവൻ്റെ ശത്രുവല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം മറ്റുള്ളവരെ എല്ലാം നന്നായിട്ട് അടിച്ചോടിച്ച് പെട്ടെന്ന് തന്നെ അവർ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ഇതേ സമയം ശങ്കരനാരായണനാണെങ്കിൽ നല്ല വിക്രമിനെ കാണുമ്പോൾ നല്ല ദേഷ്യത്തിലും ആയിരിക്കും കേട്ടോ. അപ്പോഴേക്കും സാറേ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴേക്കും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി ശങ്കരനാരായണൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, സാറേ ഞാൻ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയ ആളാണെന്നോ മരുമകനാണെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട, ഒരു വഴിപോക്കൻ അത്രയും. ഇപ്പോൾ സാറിൻ്റെ ജീവൻ അപകടത്തിലാണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ വിക്രം കാറും എടുത്തുകൊണ്ട് പെട്ടെന്ന് ശങ്കരനാരായണനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ പാടെ തന്നെ വിക്രം വളരെ ധൃതി പിടിച്ച് ശങ്കരനാരായണനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് സിസ്റ്ററിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് അദ്ദേഹത്തിന് മുറിവൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, നിങ്ങളാണോ കൂടെ വന്നത്? മകനായിരിക്കുമല്ലേ, കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വിക്രമിൻ്റെ മുഖത്തേക്ക് ശങ്കരനാരായണൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം പറയാണ്, സാർ ഇനി ഇപ്പോൾ കോടതി ിലേക്കൊന്നും ഇന്ന് പോവണ്ട, എന്തെങ്കിലും നന്നായിട്ട് നിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ജീവൻ തന്നെ അപകടത്തിലാണ്, അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ട് എത്തിക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രമിനെ രൂക്ഷമായി നോക്കുകയാണ് ശങ്കരനാരായണൻ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ മകളെ ഞാൻ ഒരു ചെറിയ തെറ്റുപറ്റിപ്പോയതാണ്, അന്ന് ഞാനൊരു തമാശയ്ക്കായിട്ട് അന്നത്തെ ഒരു ദേഷ്യത്തിന് താലിക്ക് വലിയ മഹിമയൊന്നും ഇല്ലെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മകളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിപ്പോയത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്. എന്നാൽ ആ താലിയുടെ മഹത്വം പറഞ്ഞ് അവളാണ് എൻ്റെ വീട്ടിൽ ഇപ്പോഴും വന്ന് കയറിയിരിക്കുന്നതും. പിന്നെ ഞങ്ങൾ ആരും അവളെ അവിടെ പിടിച്ചു വെച്ചിട്ടില്ല. നിങ്ങളുടെ മകൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരാം എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അല്ലാതെ നിങ്ങളിൽ നിന്ന് അകറ്റാനോ നിങ്ങളുടെ മകളെ ബുദ്ധിമുട്ടിക്കാനോ ഞങ്ങളാരും അവിടെ പിടിച്ചു വെച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് സാർ എന്നോട് ഇങ്ങനെ ദേഷ്യം എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് കുറേ നേരം ശങ്കരനാരായണൻ ഇങ്ങനെ മിണ്ടാതെ ഇരുന്നിട്ട് വിക്രമിൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിക്കുകയാണ്. മോനെ, ഞാനാണ് തെറ്റ് ചെയ്തത്, നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഒരു ഗുണ്ടയായിരിക്കുന്ന നിന്റെ മനസ്സ് ഇത്ര നല്ലതാണെന്ന് എൻ്റെ മോൾ തിരിച്ചറിഞ്ഞെങ്കിലും ഞങ്ങളാണ് അത് മനസ്സിലാക്കാൻ വൈകിയത്. ഇനിയിപ്പോൾ എനിക്ക് ഒരു വിഷമവും ഇല്ല. എൻ്റെ മോൾ എത്തിപ്പെട്ടത് ഒരാണൊരുത്തൻ്റെ കൈകളിലേക്ക് തന്നെയാണല്ലോ. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണമെന്നിങ്ങനെ പറഞ്ഞ് ശങ്കരനാരായണൻ വിക്രമിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, സാർ എന്തായാലും ഇന്ന് തനിയെ വീട്ടിലേക്ക് പോകണ്ട, ഞാൻ കൊണ്ടാക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം സന്തോഷത്തോടു കൂടി ശങ്കരനാരായണനെ വീട്ടിലേക്ക് ആക്കാനായിട്ട് പോവുകയാണ്. ഇതേ സമയം ശങ്കരനാരായണൻ്റെ കാറ് ചെന്ന് മുറ്റത്ത് നിൽക്കുന്ന കണ്ടിട്ട് പത്മവും മുത്തശ്ശിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമാണ് ശങ്കരനാരായണൻ്റെ കൂടെ വന്ന് ഇറങ്ങുന്നത് കാണുമ്പോഴേക്കും ഇവരെല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. ശങ്കരനാരായണൻ്റെ തലയിലെ മുറിവ് കണ്ടിട്ട് പത്മം കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ ഈ സമയം മുത്തശ്ശി അതൊന്നും കാണുന്നില്ല. വിക്രമിനെ കൈ പിടിച്ചുകൊണ്ട് വരുന്ന ശങ്കരനാരായണൻ്റെ ഫോട്ടോ എടുത്ത് വേദയ്ക്ക് അയക്കുകയാണ് കേട്ടോ മുത്തശ്ശി ആദ്യം തന്നെ ചെയ്യുന്നത്. അങ്ങനെ ശങ്കരനാരായണൻ പത്മത്തിനോട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവൻ നമ്മുടെ മരുമകൻ തന്നെയാണ്, വേദമോള് കണ്ടുപിടിച്ചത് ഒരിക്കലും തെറ്റല്ല എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പത്മത്തിനോട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് കേട്ടോ.
ഇതേ സമയം വിക്രം വേദയാണെങ്കിൽ ഈ ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ വിക്രമിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നു. എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? ഈശ്വര, ഇതൊക്കെ തന്നെയാണോ ഉമാമഹേശ്വരിയുടെ നിശ്ചയം? ഇത് തന്നെയാണ് വിധിയെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടു കൂടി വേദ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം നമ്മുടെ ശങ്കരനാരായണൻ സാറിനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വിക്രം ഇങ്ങ് പോരുകയാണ്. അതിനുശേഷം ഉള്ളിലേക്ക് കയറുമ്പോൾ മുത്തശ്ശി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, അല്ലമ്മേ, ഞാൻ ഇന്ന് ജീവനോടെ തിരിച്ച് ഇവിടേക്ക് വരില്ലായിരുന്നു. എന്തായാലും അവനാണ് എൻ്റെ ഈ ജീവൻ ഇന്ന് ഇവിടെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. അവനില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്നെ എല്ലാവരും കൂടി വേറൊരു കോലത്തിലായിരിക്കും കാണുക. അതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശിയും പറയുകയാണ്, ഇത് തന്നെയാണ് ഉമാമഹേശ്വരിയുടെ നിശ്ചയം. എന്തായാലും നിന്റെ ജീവൻ രക്ഷിക്കാൻ വിക്രം തന്നെ വേണ്ടി വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്, എന്തായാലും സന്തോഷമായി മോനെ അമ്മയ്ക്കെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ശങ്കരനാരായണനോട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ വർഷയും ശ്രീകാന്തും നല്ല ദേഷ്യത്തിലായിരിക്കും. ഇതൊന്നും കണ്ടിട്ട് അവർക്ക് തീരെ സഹിക്കുന്നുണ്ടാവില്ല. വർഷയാണെങ്കിൽ ശ്രീകാന്തിനോട് പറയുന്നുണ്ടോ, ഓ ഇനിയിപ്പോൾ അമ്മായിയപ്പനും മരുമകനും ഒന്നാവുമായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല വർഷ. എങ്ങനെയും വിക്രമിനെയും വേദയും രണ്ടാക്കണം. അച്ഛൻ്റെ മനസ്സ് ഞാൻ തന്നെ മാറ്റിയെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ.